നമുക്കിപ്പോ ഒരു പടം പരാജയമോ അല്ലെങ്കിൽ വെൽ റിസീവ്ഡ് അല്ല എന്ന് തോന്നുന്ന പടം ചിലപ്പോ പക്ഷെ ഒരു ആക്ടർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഗുണം ചെയ്യും പിന്നെ ഉറപ്പായിട്ടും. കാരണം ഇപ്പം നമ്മള് ഓക്കെ ഇത് എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം തരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ പെർഫോമൻസ് മോശമായ അത് നമ്മുടെ ഫോൾട്ടാ. ഓക്കെ, പക്ഷെ നമ്മുടെ പെർഫോമൻസ് അറ്റ്ലീസ്റ്റ് ഓക്കെ ആയിട്ട് വന്നാൽ അത് നമുക്ക് എവിടെയെങ്കിലും ഗുണം ചെയ്യും ബ്രോ. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാൻഡപ്പിൽ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി, ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഫിയർ, അതെനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടെ എനിക്കിവിടെ ലൈവായിട്ട് കുറച്ചും കൂടെ നല്ല നല്ല ടീമുകളുടെ കൂടെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ പേടി, അത് എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാൻ പറഞ്ഞു, അളിയ പേടിക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ കടിച്ചു വിടും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പൈസക്കാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, നമ്മളെ പൈസക്കാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്? നമ്മൾ ആരെയും നമ്മൾ കള്ളം ചെയ്യുന്നില്ല. നമ്മൾ പേടിച്ചാ തീർന്നു പോലെ. ഈ മുരുകേശന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു വോയിസ് ഓവറിൽ പറയുന്നത് അയാളൊരു ബോർഡർ ലൈൻ സൈക്കോപാത്ത് ആണെന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു തോന്നൽ ഫസ്റ്റ് തോട്ടെന്ന് വെച്ചാൽ അതിന് കുറേ മുമ്പ് ഈ പല ഭാഷയിൽ നിന്ന് പല ആക്ടേഴ്സ് വരുന്ന പാൻ ഇന്ത്യൻ സിനിമകളിലൊക്കെ തന്നെയും ഇങ്ങനെ ഒരു സൈക്കോപാത്ത് കഥാപാത്രം ഉണ്ടാവും. അത് ഇങ്ങനെ തക്കാളി ലോറി മറിഞ്ഞതുപോലെ തന്നെ കുറേ സൈക്കോപാത്തുകൾ പറഞ്ഞ് ഇങ്ങനെയായിരിക്കും. ഇത് എൻ്റെ അറിവിൽ ഇത് തുടങ്ങുന്നത് നമ്മുടെ സ്പൈഡറിൽ തുടങ്ങിയ തൊട്ട് വേണം. അവർക്കെല്ലാം ഏകദേശം ഒരേ ആക്ഷൻസും ഒരേ ഇമോഷനും ഇത് കണ്ട് ഒരു ഏറെക്കുറെ മടുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും അപ്പോഴാണ് കാണുന്നത്. പക്ഷെ ഇയാളുടെ സൈക്കോ തരം ഇരിക്കുന്നത് തോട്ട് പ്രോസസ് സൂത്രങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ വേറെ ഭയങ്കര വലിയൊരു ലാർജ് പ്ലാൻ ഉണ്ടാവുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് ജോക്കറിനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചില പ്ലാനുകൾ. അയാൾ ചെറിയൊരു പെൻസിലാണ് ഒളിപ്പിക്കാൻ വേണ്ടി ട്രിക്ക് കാണിക്കുകയാണെങ്കിൽ അത് കാണിക്കുന്ന അയാളുടെ ഒരു വയലൻസ് ആണല്ലോ. അതുപോലെ ഈ മുരുകേശന് ഇപ്പൊ കുറച്ചാൾക്കാർ ഇൻവൈറ്റ് ചെയ്തേക്കാം, ആ ഇൻവിറ്റേഷന്റെ മുന്നിൽ ഭയങ്കര വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോ തരം. ഈ സൈക്കോ ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ വെങ്കിക്ക് എന്താ തോന്നിയത്? എന്റെ അടുത്ത് അങ്ങനെ സൈക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ബോർഡർ ലൈൻ സൈക്കോപാത്ത് ഞാൻ അറിയണത് സിനിമ കാണുമ്പോഴാ. അതിലെയോ എന്നെ പറ്റി ബോർഡർ ലൈൻ സൈക്കോപാത്ത്, എന്താണ് ഈ ബോർഡർ ലൈൻ സൈക്കോപാത്തിന്റെ മീനിങ് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ പടം ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ലേ, സാർ എന്റെ അടുത്ത് പറഞ്ഞത് നീ ഹീറോ ആണ്, യു ആർ ദ ഹീറോ, നീ അത്രയും ജെനുവിനാണ് നിന്റെ കാര്യത്തിൽ എല്ലാത്തിലും. ഇവരാണ് നിന്നെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, നീ സസ്പീഷ്യസ് ആണ്. അപ്പം നിന്റെ ഡീലിംഗ് ഹീറോ തരമായിരിക്കണം, നിന്റെ പരിപാടി ഹീറോ തരമായിരിക്കണം. റിബല് ചെയ്യുമ്പം എന്താന്ന് വെച്ചാൽ റിബലില് പല സംഭവങ്ങളിൽ ഞാൻ ചുമ്മാ അനാവശ്യമായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ മണ്ടനായ ഒരു വില്ലനാണ് ബേസിക്കലി. അതായത് എടുത്തുചാട്ടക്കാരനാണ്. അത് ചെയ്യുന്ന ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മുരുകൻ ഇതിന്റെ ഭവിഷ്യത്ത് അറിയാം. മുരുകന് വ്യക്തമായിട്ട് അറിയാം. ഒരുത്തനെ കൊന്നപ്പോ പോലും ഇവൻ പറയാനുണ്ട്, അച്ഛൻ എന്നെ ഇന്ന് പണിയും, ഇവൻ എന്ത് ചെയ്താൽ എന്ത് വർക്കൗട്ട് ആവും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഡയറക്ടർ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമാനാണ് ഇവന്റെ മൈൻഡിൽ എന്താ പരിപാടി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇത്രയും പേരെ ഇവൻ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഇവൻ അപ്രോച്ച് ചെയ്യുന്നത്. ഈ പരിപാടി ഇവിടെ നടത്തണമെന്നുള്ള ഇവന്റെ പണ്ടത്തിട്ടുള്ള ഒരു പ്ലാനാണ്. ആ മറ്റേവനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവന്റെ മുമ്പത്തെ പ്ലാനാണ്. കാരണം അവന്റെ അടുത്താണ് അച്ഛൻ എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്. അപ്പൊ അത് അവന് ഇഷ്ടമില്ല, പൊസസീവ് ആവാൻ. അപ്പൊ അവിടെ ഇവനാണ് വരേണ്ടത്, ഇവനാണ് ആ പരിപാടി ചെയ്യേണ്ടത്. അത്രയും ആഗ്രഹത്തോടെ ഇവൻ സൂപ്പറായിട്ട് ചെയ്യും. ഇവൻ അത് കൊടുത്താലും സൂപ്പറായിട്ട് ഇവൻ ചെയ്യും. എല്ലാം നോക്കി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവൻ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലാതെ എനിക്കൊരു സൈക്കോപാത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോയാണ് ഇവ ഇങ്ങനെ ചിരിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച് ചിരിച്ചിട്ടുമില്ല. അത് അവസാനം ആ കോടാലി കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ഇല്ല. അതായത് നീയൊക്കെ എന്നെ പറ്റിച്ചിട്ട് നീ എവിടെ പോണ്, ഞാൻ ഹീറോയാണ്, നീ ഒന്നും പോണ്ടടാ എന്നുള്ള രീതിയാണ് എൻ്റെ മൈൻഡ് മൊത്തം ഞാൻ നിന്നത്. ഈ കോടാലി കൊണ്ടുള്ള ഇരിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഈ യങ്ങായിട്ടുള്ള ബഡ്ഡിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന് മീൻസ് അങ്ങനെ ഇപ്പൊ ബ്ലഡ് ബാത്തില് ഒരു സോഡൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൊമെന്റ് ആളുകൾക്ക്. കാരണം നമ്മളങ്ങനത്തെ സിനിമ കണ്ടിട്ടല്ലോ, ഇപ്പൊ വിക്രമരോട് കാണുന്നു, നമ്മള് ബാഹുബലി കാണുന്നു, നമ്മളതിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഇരിപ്പുകളുണ്ടല്ലോ ഈ വെപ്പൺസ് പിടിച്ചിട്ട്. ഭയങ്കര ഒരു അഡ്രിനാലിൻ റഷ് കിട്ടിയിരുന്നു സ്വയം അത് ചെയ്യുന്ന സമയത്ത്? ഇല്ല, എന്റെ അഡ്രിനാലിൻ റഷ് എനിക്ക് ആ മിറർ സീക്വൻസ് ആയിരുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോ എനിക്ക് അറിഞ്ഞൂടാ ഏതാണ് ആംഗിള്, എത്ര വരും, ഞാൻ കണ്ടിട്ടുമില്ല ക്യാമറയില്, മോണിറ്ററിൽ ഞാൻ നോക്കിയിട്ടില്ല. കാരണം ബ്ലഡിൽ ഇരിക്കില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല ബ്രോ, കാല് മൊത്തം ബ്ലഡാ വഴുക്കുന്നു ഞാൻ. അപ്പം ഈ സീന് വന്നു, ഞാൻ വച്ചു, ഞാൻ ഇങ്ങനെ നാക്ക് വെച്ചിട്ടൊരു പരിപാടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു. ഇത്ര എനിക്ക് അറിയാളൂ. ഡബ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. പടം ഷൂട്ട് ചെയ്തപ്പം ADs എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഡയറക്ടർ പടം കണ്ടിട്ട്
സാറ് പറഞ്ഞു സാറിന് ഓരോ സിനിമയിലും ഓരോ ഫേവറേറ്റ് ഷോട്ട് ഉണ്ടാവും, പക്ഷേ ഈ സിനിമയിൽ മുരുകൻ്റെ ആ ഇരുത്തമാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ സാർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, സാറൊരു ഇൻട്രോവേർട്ടാ. സാർ എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളോ ആരെ പറ്റിയോ സാർ ഒന്നും പറയില്ല. ADസിൻ്റെ ഇടയിലുണ്ടായ ഡിസ്കഷനാണ്. അപ്പം ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ എടാ ഇത്രയും ക്ലോസ് ആയിരുന്നാടാ, നമുക്ക് ഈ ഏത് ലെൻസ് ആ ആംഗിളൊന്നും അറിഞ്ഞൂടാ ബ്രോ. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിരുന്നു, ഓ സൂപ്പറാ സൂപ്പറാ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എൻ്റെ പേടി ഇത് വല്ലതും കട്ടായി പോവോ സെൻസർ കാരണം സെൻസർ കാരണം ഞാൻ കുറച്ച് പരിപാടിയും കൂടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോടാലിയുണ്ട്, അതെല്ലാം കട്ടായി പോയി. പക്ഷെ ഇനി വീണ്ടും സെൻസർ കാരണം ഇത് കട്ടാവോ ഇത്രയും ഒരു സാധനം പേടിയുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോൾ ഹാപ്പി. കയ്യടി എനിക്ക് ഇവിടെയും കിട്ടിയടാ. കേരളത്തിൽ എനിക്ക് അമ്മ കണ്ടപ്പോൾ എനിക്ക് കയ്യടി കിട്ടി, തെലുങ്കിലും എൻ്റെ ഇൻട്രൊഡക്ഷനും കിട്ടി, ഈ ഇരുത്തത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിച്ചു. കാരണം അത്രയും ക്ലോസപ്പ് ആണല്ലോ, 70mm സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേടാ. ഇതേ സീക്വൻസ് ആണ് എൻ്റെ ട്രെയിലറിൽ ഇടുന്നത്. ആ അപ്പം എനിക്ക് അത് കണ്ടതായിരുന്നു എൻ്റെ ഹൈ. ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ഇങ്ങനെയാണ് വരണത് അങ്ങനെയാണ് വരണതെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴേ കുനിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തല കുത്തനെ നിന്ന് ബ്രീത്ത് പിടിച്ച് അപ്പൊ കണ്ണ് ചുവക്കും. കണ്ണ് അങ്ങനെയാണ് നമുക്ക് ചുവക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്ലിസറിൻ ഇട്ടാ ബ്ലിങ്ക് ചെയ്യേണ്ടി വരും. ആ ഷോട്ട് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്, ഞാൻ ബ്ലിങ്കേ ചെയ്തിട്ടില്ല കണ്ണ്. അപ്പം ഇതേപോലെ തലകുത്തനെ നിന്നിട്ട് നമ്മൾ ഇറങ്ങി ഷോട്ടിന്റെ സമയമാകുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ കുനിഞ്ഞ് ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ വിടുമ്പോൾ നമ്മളെ കണ്ണ് ചോക്കും. ഇതൊരു ട്രിക്കാ. അവിടത്തെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി അറിഞ്ഞതാ. അടിപൊളി. അതെ അതെ. ഇതില് ഇടയ്ക്കിടയ്ക്ക് ഈ അച്ഛനോടുള്ള അഡ്മിറേഷൻ അല്ലെങ്കിൽ അച്ഛനോടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് അടിമത്വവും കാണിക്കുന്നുണ്ടല്ലോ. ഭയങ്കര ഇമോഷണലായിട്ടാണ് പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയണ എൻ്റെ ഹീറോ ആണ് അയാൾ എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ കോംപ്ലക്സ് മൾട്ടിലെയർഡ് ഇമോഷൻ ഉണ്ട് മുരുകേശന്. കാരണം ഒരു പുതിയ തുടക്കമാണ്, ആ തുടക്കം എങ്ങനെ തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. അയാൾക്ക് അച്ഛനോട് അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തിനപ്പുറത്ത് ഒരു ഭയങ്കര ആരാധനയുണ്ട്. ഇപ്പൊ അനിമലിലെ രൺബീർ കപൂറിനൊക്കെ ഉള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ട് അച്ഛൻ്റെ അടുത്ത്. ആ ഡയലോഗ് പറയുന്ന ഒരു സമയത്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ആ സീൻ ആക്ച്വലി നമ്മൾ പുലർച്ചെ നമ്മൾ ഒരു അർദ്ധരാത്രി 1 മണിക്ക് 2 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂള് വിറക്കിയ ഞാൻ അൾട്ടിമേറ്റ്ലി വിറക്കിയ. ആ ഡയലോഗ് ഇത്രയല്ല ഇനിയും ഉണ്ടായിരുന്ന. എനിക്കതൊരു എൻ്റെതൊരു 40 സെക്കൻഡ് ഡയലോഗ് ഇനിയുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഡയലോഗ് അവസാനം ഹീറോ ആണെന്നൊന്നും ഇല്ല. അപ്പം ഞാനാണ് ഇങ്ങനെ സാറിൻ്റെ അടുത്ത്, സാർ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് അച്ഛൻ്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഒന്ന് അച്ഛന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഹീറോ ആണെന്നുള്ളൊരു സാധനം ആഡ് ചെയ്യാം. അപ്പം ആ സീക്വൻസ് ആദ്യം ഞാൻ കുറച്ച് ലൗഡായിട്ടാണ് ചെയ്തത്. ലൗഡായിട്ട് ചെയ്തപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഇത് ഇത്ര ലൗഡ് ആവണ്ട. അപ്പൊ എനിക്ക് പരിപാടി മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു എക്സ്പ്രഷനും പുറത്ത് വിടുന്നില്ല. അപ്പം എന്റെ ക്യാരക്ടറൈസേഷൻ എനിക്ക് ആദ്യമേ ഡയറക്ടർ സാർ എനിക്ക് പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, എടാ ഇവന്റെ ഇമോഷൻ എല്ലാം അകത്താ, ഇവൻ കരയുന്നത് ഇവന് മാത്രമേ അറിയാവുള്ളൂ. ഇവൻ ചില കരയും ചിരിക്കും, ഇതെല്ലാം ഇവന്റെ ഉള്ളിൽ ഭയങ്കര ഒരു അമർഷം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കൊടുക്കുന്ന പരിഗണന ഇവന് കിട്ടുന്നില്ല. അപ്പൊ ഈ എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ഇവന് അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ചെറിയ ഇപ്പൊ അച്ഛൻ എന്നെ അടിക്കുന്ന ഒരു സീക്വൻസിലാണെങ്കിലും ഒന്നുമില്ല, അച്ഛൻ ടവൽ എടുക്കുമ്പോൾ ഞാൻ ഇന്ന് ടവൽ എടുത്ത് കൊടുക്കും. അപ്പം അങ്ങനത്തെ ചില 1-2 സീക്വൻസേ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് ഇങ്ങനെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ കൂടെ ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം നീ ഞാൻ ചോദിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഹീറോ ആണെന്ന് പറയുന്ന സീനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലാതെ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ അടുത്തുള്ള ഒരു അഡ്മിറേഷൻ അതിനകത്തുണ്ട്, വിഷമമുണ്ട്, എല്ലാം. എനിക്കും അൾട്ടിമേറ്റ്ലി ഇത് ഗൗതം സാറാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു പരിപാടി ഇല്ല, ഗൗതം സാറും പുള്ളിയുടെ ഫ്രീഡമാണ്. ഞാൻ ആ സമയം ചെയ്യുമ്പം ക്യാമറ സത്യം പറഞ്ഞാൽ ഇവിടെയായിരുന്നു. അപ്പം ഇവര് നേരത്തെ റിഹേഴ്സൽ ചെയ്ത് ഇങ്ങനെയായിരുന്നു ഞാൻ പിടിക്കുന്നത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കാം, കാരണം എനിക്കിതാ വാക്ക്. പുള്ളി ക്യാമറ മാറ്റി, അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. കാരണം ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മുമ്പത്തെ സിനിമകളിൽ എങ്ങനെയാന്ന് വെച്ചാൽ, എടാ എനിക്കിങ്ങനെ തോന്നുന്നു, ഞാൻ പറയൂല,
ഞാൻ മനസ്സിൽ വെച്ചേക്കും. കാരണം പറഞ്ഞ തെറ്റാവോ നമ്മളെ ഉള്ളിലെ സാധനം. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ കരിയറിൽ. അപ്പൊ അതെടുത്ത് മാറ്റുക. നമ്മുടെ ഡയറക്ടറിനോട് നമ്മളൊരു ഒരു ഡൗട്ട് ചോദിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഇതാണ് ഒന്ന് ഇത് നോക്കാം, ഡയറക്ടർ പറയും വേണ്ട മറ്റേതിനെ മതി നോക്കിയേ, ചോദിച്ച ഒരു സന്തോഷമെങ്കിലും നമുക്ക് ഉണ്ടാവില്ല ബ്രോ. അപ്പം എപ്പോഴും ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമ്മൾ ഇനിയിപ്പോ ഒരു പടം ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒരു കൺഫ്യൂഷന്റെ ബേസിസിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കരുത്, കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഫുൾ ക്ലാരിറ്റി ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി, ഇങ്ങനെയായിരിക്കും എന്റെ ചിന്ത എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. എനിക്ക് ഈ പടത്തിൽ മൊത്തം അങ്ങനെയായിരുന്നു. എന്റെ ഡൗട്ടുകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്താണ്. കൺവിക്ഷൻ ഉണ്ട്, നന്നായിട്ട് അറിയാം എന്താ ചെയ്യണേന്ന്. ഞാൻ ചോദിച്ചാ പോയത്. എന്റേതായിട്ടുള്ള സജഷൻ ഞാൻ ചോദിക്കും, സാറ് പറയും, ചിലപ്പോൾ പറയും എടാ വേണ്ട, ഓക്കെ സാർ. പക്ഷെ സാറിന്റെ പെർമിഷനോടെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഡൗട്ടിന്റെ പുറത്തും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല.